വരുമ്പോൾ നമ്മൾ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താരസംഘടനയുടെ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നിർണായക ദിവസമാണ്. ഇന്ന് നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതിയാണ്. 3 മണി വരെ സമയമുണ്ട്. ഇന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവും. തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ അനധികൃത അംഗത്വം ഉണ്ടായി എന്നതാണ് പുതിയ സാഹചര്യം. അൽത്താഫ് മനാഫ്, അമിത് ചക്കാലക്കൽ, വിവിയ ശാന്ത്, നീത പിള്ള എന്നിവർക്കാണ് അഡ്ഹോക് കമ്മിറ്റി അനധികൃതമായി അംഗത്വം നൽകിയത്. അംഗത്വം നൽകാൻ അഡ്ഹോക് സമിതിക്ക് അധികാരമില്ലെന്നിരിക്കെയാണ് നടപടി. അതേസമയം തെരഞ്ഞെടുപ്പിൽ അന്തിമ ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഉച്ചയ്ക്ക് 3 മണിക്ക് അവസാനിക്കും. നവമി ദിനേശ് ചേരുന്നു. നവമി, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻകാലത്ത് 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ താരസംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഇത്രം സങ്കീർണമായ അല്ലെങ്കിൽ വലിയ വാർത്തയാവുന്ന സാഹചര്യമുണ്ടായി. അതിന് കാരണം ഇത്രയധികം വലിയ നോമിനേഷനുകൾ ഉണ്ടായി എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പ്രധാന സ്ഥാനത്തേക്ക് നൽകിയിരിക്കുന്ന നോമിനേഷനുകൾ ഏതെങ്കിലും പിൻവലിക്കപ്പെടുമോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അപ്പോൾ പുതിയതായി ഉണ്ടായിരിക്കുന്ന ഈ അംഗത്വ വിവാദം അതെന്താണ്? പ്രസിഡന്റ് ശ്വേത മേനോനും ദേവനും തമ്മിലൊരു മത്സരം നടക്കുമെന്നാണ് ഏകദേശം ഒരു ധാരണയായിരിക്കുന്നത്. അനൂപ് ചന്ദ്രനും ഈ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ജഗദീഷും ജയൻ ചേർത്തലയും രവീന്ദ്രനും പിന്മാറി എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ദേവൻ ഇന്നലെ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് താൻ എന്തായാലും ഈ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറുന്നില്ല, താൻ മത്സരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം കൂടി ദേവൻ ഇന്നലെ ഉറപ്പിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ശ്വേതാ മേനോനും ദേവനും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഇത്തവണ ഉണ്ടാകുക. ഒപ്പം ഈ ശ്വേതാ മേനോന് കുറച്ച് മുൻതൂക്കം കൂടുതൽ, ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകട്ടെ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും എത്തി നിൽക്കുന്നത് എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം വ്യക്തമാകുന്നത്. എന്തായാലും രവീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ബാബുരാജും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ബാബുരാജിനെതിരെ ഒരു വിഭാഗം ആളുകൾ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഈ ലൈംഗിക ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് ഇതിൽ മത്സരിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് എത്തണമെന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ വന്നുവെങ്കിൽ പോലും ബാബുരാജ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. മത്സരിക്കുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും 3 മണിവരെയാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. 3 മണിക്ക് ശേഷം ഏകദേശം 4 മണിയോടുകൂടി ആരൊക്കെയായിരിക്കും ഏതൊക്കെ സ്ഥാനങ്ങളിൽ മത്സരിക്കുക എന്നതിൽ കൃത്യമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് വ്യക്തമാകും. 31-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. അതിനിടയിൽ ഈ വോട്ടർ പട്ടികയിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഈ അഡ്ഹോക് കമ്മിറ്റി, അതായത് 2025-ൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒരുപാട് സിനിമ അമ്മയിലെ തന്നെ ഒരുപാട് അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണ പരാതികൾ ഉയരുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് അമ്മ പ്രസിഡന്റായ മോഹൻലാൽ രാജിവെക്കുകയും പിന്നീട് ഈ കമ്മിറ്റി ഒരു അഡ്ഹോക് കമ്മിറ്റിയായി തുടരും എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയും ഒക്കെ ചെയ്തത്. ഈ അധികാരത്തിലേക്ക് 2 മാസം കൊണ്ട് തന്നെയായിരുന്നു ഈ കമ്മിറ്റി വിരിച്ചുവിടുകയും പിന്നീട് അഡ്ഹോക് കമ്മിറ്റിയായി പ്രവർത്തിക്കുകയും ചെയ്തത്. അതായത് അഡ്ഹോക് കമ്മിറ്റിക്ക് പ്രത്യേക പുതുതായി ഒരു അംഗങ്ങളെ ചേർക്കുവാനോ അല്ലെങ്കിൽ മറ്റ് അധികാരങ്ങളൊന്നും തന്നെ ഇല്ല എന്നിരിക്കെ ഇതിൽ ചില ആളുകളെ അംഗത്വം നൽകി സ്വീകരിച്ചു എന്നുള്ളതാണ് വലിയ ആരോപണവുമായി ഉയരുന്നത്. അൽത്താഫ് മനാഫ്, അമിത് ചക്കാലക്കൽ, വിവിയ ശാന്ത്, നീത പിള്ള എന്നിവർക്ക് അംഗത്വം നൽകി അഡ്ഹോക് കമ്മിറ്റി അംഗത്വം നൽകി എന്നാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് വോട്ടെടുപ്പിലേക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നടപടികളിലേക്ക് കടന്നതെന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ അഡ്ഹോക് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു അധികാരം ഇല്ല എന്നിരിക്കെ പിന്നെ എന്തിനാണ് ഇവർക്ക് അംഗത്വം നൽകിയത് എന്ന ചോദ്യം കൂടിയാണ് ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നത്. ഒപ്പം അമ്മയുടെ ഈ ഓണററി അംഗമായ കമലഹാസന് ഇത്തവണ വോട്ടില്ല. ഒപ്പം തന്നെ IM വിജയൻ, സതീഷ് സത്യൻ എന്നിവരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നതിൽ വലിയ പ്രതിഷേധവും കൂടി ഒരു വിഭാഗം ആളുകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് 3 മണിവരെയാണ് ഇതിന്റെ അവസാന പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 4 മണിയോടുകൂടി അവസാനത്തെ ഒരു ചിത്രം തെളിയുകയും ചെയ്യും. അതിനിടയിലാണ് വീണ്ടും ഈ വോട്ടർ പട്ടികയിൽ വലിയൊരു തിരിമറി നടത്തി എന്ന തരത്തിലുള്ള ആരോപണം കൂടി ഉയരുന്നത്. യെസ്, നവമി, ഒരു കാര്യം കൂടി. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ ശ്വേതാ മേനോൻ, ദേവൻ, ഈ 2 പേരുകളാണല്ലോ ഉള്ളത്. ദേവൻ മുതിർന്ന താരം കൂടിയാണ്, മുതിർന്ന അമ്മയിലെ അംഗമാണ്. ദേവൻ പിൻവലിയാനുള്ള സാധ്യതയുണ്ടോ? ഇന്നലെ വൈകിട്ടും അറിയുന്നത് ദേവൻ പിൻവലിയില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു മത്സരം നടക്കും. പക്ഷേ അതിൽ ഒരു വനിത അല്ലെങ്കിൽ ശ്വേതാ മേനോൻ വരാനുള്ള സാധ്യത എത്രമാത്രമാണ്? ആ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും സംഭവിക്കുക?
സജിത്ത്, ദേവൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ആവർത്തിച്ചു പറഞ്ഞത് താൻ ഈ മത്സരത്തിൽ നിന്നും പിന്മാറില്ല. കാരണം ഈ അമ്മയുടെ ഒരു തുടക്കം മുതൽ തന്നെ, അമ്മ എന്നൊരു സംഘടന രൂപം കൊടുക്കുന്ന സമയം മുതൽ തന്നെ അതിന്റെ മുന്നിൽ നിന്ന ആളാണ് താൻ. പെട്ടെന്ന് അമ്മ ഒരു അനാഥയായി പോലെ, അല്ലെങ്കിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കുന്നു, പിന്നീട് അധികാരം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അങ്ങനെ അമ്മ ഒരു അനാഥരായി മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ തനിക്ക് ഉറപ്പായും മത്സരിക്കണം. തന്റെ മനസാക്ഷി അത് ബോധിപ്പിക്കണം. അതുകൊണ്ട് താൻ എന്തായാലും മത്സരിക്കും. ശ്വേതാ മേനോന് വേണ്ടി മാറിക്കൊടുക്കുന്നത് അത് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക. കാരണം ഒരു വനിത എന്ന നിലയ്ക്ക് അവർക്കും മത്സരിക്കാനുള്ള അധികാരമുണ്ട്. മത്സരിച്ച് തന്നെ വിജയിക്കട്ടെ എന്നൊരു നിലപാടിലാണ് ദേവൻ നിൽക്കുന്നത്. ജഗദീഷോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ അവരുടെ തീരുമാനം സ്വയമായിട്ട് എടുത്തതാണ്. താൻ എന്തായാലും ഈ മത്സരത്തിൽ നിന്നും പിന്മാറില്ല, മത്സരിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ചു തന്നെയാണ് ദേവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെ, നവമി തുടരുക. ഇപ്പോൾ സിനിമാ നിരൂപകൻ പെല്ലിശ്ശേരി നമുക്കൊപ്പമുണ്ട്. ശ്രീ പെല്ലിശ്ശേരി, ഇതിൽ ശ്വേതാ മേനോനും ദേവനുമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്വേതാ മേനോൻ ഒരു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അമ്മയിൽ നേതൃത്വത്തിലേക്ക് ഒരു വനിത അങ്ങനെ കടന്നു വരട്ടെ എന്നത്. പക്ഷേ ദേവൻ പിന്മാറുന്നില്ല. അദ്ദേഹം മുതിർന്ന അംഗമാണ്, പഴയ അംഗമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുക ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. ദേവൻ പിന്മാറാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, ദേവൻ മാറില്ല. എന്തിനും ദേവൻ മാറേണ്ട ആവശ്യം? വേറൊരു കാര്യം ആലോചിക്കും. ഇതിന് പേരുടെ മത്സരം കൃത്യമായിട്ട് തുടക്കം മുതൽ വാച്ച് ചെയ്യുന്ന ആളാണിത്. ഇതൊരു ആരും ഒന്നിലും ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന ആള് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി അജണ്ടയല്ലേ നടക്കുന്നത്. ആ അജണ്ട അങ്ങനെ ശരിയായിരിക്കും. മാത്രമല്ല, ശ്വേതാമേനൻ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ, എനിക്ക് ശ്വേതാമേനൻ എന്റെ ഫ്രണ്ടിനാണിത്. ശ്വേതാമേനൻ ഇങ്ങനെ പ്രസിഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നേട്ടമുണ്ടാവാൻ പോകുന്നത്? അവർ ഒന്നാമത് ബോംബെയിലാണ് താമസിക്കുന്നത്. ബോംബെ അല്ലാണ്ട് തന്നെ അവർക്ക് വരണമെങ്കിൽ ഫ്ലൈറ്റ് വരണം, ഇവിടെ സ്റ്റാർ ഹോട്ടൽ കൊടുക്കണം. ഇതൊക്കെ അനാവശ്യ ചെലവുകളുണ്ട്. പിന്നെ ഇവര് തനിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒന്നത്തെ കാര്യം. ദേവനാണെങ്കിൽ പ്രശ്നം എന്താ? ദേവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം, സ്റ്റേറ്റ് ഫോർവേഡ് ആണ്. ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ ആരും ഇല്ലാത്തൊരു സ്ഥിതിക്ക് ഈ ദേവനാണ് ഐക്യകണ്ഠൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. കാരണം ഞാൻ അറിഞ്ഞത്തോളം ഒരുതരം ഭീഷണി, ഒരു നയപ്രകാരമല്ലാത്ത ഒരു ഭീഷണി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ പല രീതിയിലും പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊരു ശരിയായ രീതിയല്ലല്ലോ. എന്നാൽ പിന്നെ പറയും ഞങ്ങൾ ഒന്നിനും ഇടപെടുന്നില്ല. ഇപ്പൊ മമ്മൂട്ടി ആയാലും മോഹൻലാലും വലിയ നേതാക്കന്മാരായാലും ഞങ്ങൾ ഒന്നിനും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ അത് ശരിയല്ലല്ലോ. അവരൊക്കെ ശരിക്കും ഇടപെടുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ ഭീഷണിക്ക് വഴങ്ങി പലരും പിൻവാങ്ങുന്നുണ്ട്. അത് നല്ല രീതിയല്ലല്ലോ. ഇന്നിപ്പോ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോ അവിടെ സത്യത്തിൽ വേറൊരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. ആ സംഘടനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് പോലും കൃത്യമായിട്ട് അറിവില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ശ്വേതാ മേനോൻ എങ്ങനെ എതിരില്ലാത്ത തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരാണത്. മത്സരിക്കട്ടെ. ദേവന് 2 വോട്ടെങ്കിൽ 2 വോട്ട് കിട്ടിയ ഒരു മത്സരം വേണ്ടേ? അവർ അന്തസ്സായിട്ട് മത്സരിക്കട്ടെ. ശരി. ഈ നമ്മൾ പൊതുവിൽ ഒരു വനിത, ഇപ്പോൾ ശ്വേതാ മേനോൻ ഏത് പക്ഷം എന്നതിനപ്പുറം ഒരു വനിത അമ്മയെപ്പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ എന്ത് പങ്കാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ആ താരസംഘടനയുടെ പുതിയ നേതൃത്വത്തിൽ ആരാണ് നേതൃത്വത്തിൽ വരുന്നത് എന്ന് ആകാംക്ഷയോടെ നോക്കുന്നു, വളരെ ഗൗരവത്തിൽ നോക്കുന്നു എന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു വനിത വരുമ്പോൾ അത് ആ സംഘടനയ്ക്ക് നൽകുന്ന ഒരു പ്രതിച്ഛായ മറ്റൊന്നു കൂടിയാണല്ലോ. പ്രത്യേകിച്ച് വനിതകൾക്ക് പ്രാതിനിധ്യമില്ല, ഏറെ അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന പഴികേട്ട സംഘടനയാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു വനിത XOR Y, ശ്വേതാ മേനോനോ മറ്റൊരാളോ ആരുമാവട്ടെ, വരുന്നതിനെ ആ തരത്തിൽ ഉയർത്തി കാട്ടേണ്ടി വരുന്നത് അതുകൊണ്ട് കൂടിയല്ലേ? ഞാൻ വനിതയ്ക്കെതിരല്ല. ഇപ്പോ ഈ സംഘടന ഉണ്ടായിട്ട് ഇത്രയും വർഷങ്ങളായി. അന്നൊന്നും ഇല്ലാത്തൊരു പുതിയ രീതി. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണം ഈ നമ്മുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് വനിതയായിരിക്കണം, സെക്രട്ടറി ആകാൻ പോകുന്നത് വനിതയായിരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ആ രീതിയിൽ സുഗമമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താമായിരുന്നല്ലോ. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒഴിഞ്ഞു കൊടുക്കാൻ ഞാൻ ആർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം? എനിക്ക് ഇപ്പൊ ഇയാൾ ജഗദീഷ് ഒഴിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം? ജഗദീഷ് ഒഴിഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോൾ ജഗദീഷ് ഷൂറായിട്ട് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. അതുപോലെ ജഗദീഷ് മാറി ശ്വേതാ മേനോൻ തെരഞ്ഞെടുപ്പ് നടത്തല്ലേ? അപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ എത്ര പേരായാലും അതാണ് ജനാധിപത്യ രീതി. അല്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം വലിയ വാക്കാൽ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇതില് അമ്മയുടെ അമ്മമാർ എന്ത് ചെയ്തെന്ന് അറിയില്ല. അനാവശ്യമായ ഭീഷണിയോ മറ്റോ കാര്യങ്ങളാണെങ്കിൽ കോടതി പോയിട്ട് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണം എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ. ശരി. ഒരു പുതിയ കാര്യം പെല്ലിശ്ശേരി, ഇപ്പോൾ പുതിയ വരുന്ന ചില വിവരങ്ങൾ ബാബുരാജ് മത്സരിക്കാൻ സാധ്യതയില്ല എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ ബാബുരാജ് പിൻവലിച്ചേക്കും. മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒക്കെ ബാബുരാജ് ഇക്കാര്യം സംസാരിച്ചു എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. വളരെ ആരോപണ വിധേയനാണ് ബാബുരാജ്. പൊതുവിൽ ബാബുരാജ് മത്സരിക്കരുത് എന്ന് ചില ആളുകളൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഈ സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ ആരോപണ വിധേയര്
ഒരു കാരണവശാലും മത്സരിക്കുക എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. അത് പൊതുവായിട്ടുള്ളത്. പക്ഷെ അമ്മയുടെ ഒരു നിയമം, അമ്മയുടെ ഒരു കാര്യം എടുക്കുക. അമ്മയുടെ ഈ ബയലോല് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നോമിനേഷൻ തന്നെ തള്ളി കളയേണ്ടതല്ലേ? ആ നോമിനേഷൻ തള്ളി ബൈലോ അല്ല പല്ലിശ്ശേരി, ബൈലോക്ക് അടിസ്ഥാനത്തിലല്ലോ, അത് ഒരു പ്രതിച്ഛായയുടെ ഒരു പൊതു സാഹചര്യമല്ലേ? പ്രതിച്ഛായയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ബാബുരാജ് തന്നെയാണത്. കാരണം ഞാനത് ഇപ്പോൾ സ്ത്രീകളുടെ പക്ഷം ഇക്കാര്യത്തിലുണ്ട്. ബാബുരാജ് മത്സരിക്കുവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ബാബുരാജ് തന്നെയാണ് മുമ്പ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ ബാബുരാജ് വന്നാൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണത്. എന്റെയും അഭിപ്രായത്തിൽ ബാബുരാജ് രാജിവെക്കാനാണ്, ഇത് നോമിനേഷൻ പിൻവലിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ സാധ്യത വരും വീണ്ടും ഇവര് പിന്നെ ഒരു സ്ത്രീയെ തന്നെ കൊണ്ടുവരുന്ന പറയില്ലേ? അപ്പൊ പ്രസിഡന്റും സെക്രട്ടറി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊക്കെ സ്ത്രീ തന്നെയാണോ? അപ്പൊ അതെന്ത് രീതിയാണത്? അങ്ങനെ നമ്മൾ ആലോചിക്കണ്ടേ? ആദ്യം ചെയ്യേണ്ടത്, സത്യത്തില് താങ്കളെ പോലെ ചെയ്യേണ്ടത്, ഈ മമ്മൂട്ടി ആയാലും മോഹൻലായാലും മറ്റു വലിയ നേതാക്കന്മാരും മൗനം പാലിച്ചിരിക്കുകയാണത്. അവര് സത്യം തുറന്നു പറയണം. അവര് പറയാതെ വെറുതെ അവർ പിന്നിൽ നിന്ന് കളിച്ചോണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം കളി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ ബാബുരാജ് പിൻവലിയാനുള്ള സാഹചര്യം അറിയാം. ബാബുരാജിനെതിരെ വലിയ ആരോപണമുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോളാർ കേസിൽ ആരോപണ വിധേയ വ്യക്തി പോലും ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ചു, അവരുടെ പണം തട്ടിയെടുത്തു എന്ന ആക്ഷേപം. അങ്ങനെ സിനിമാ രംഗത്ത് നിന്ന് പുറത്തു പോലും ആക്ഷേപം ബാബുരാജിനെതിരെ ഏറ്റവും ഒടുവിലും ഉണ്ടായതാണ്. അങ്ങനെ ഒടുവിൽ ഈ ഒരു വലിയ സമ്മർദ്ദമാണോ ബാബുരാജ് പിന്മാറുന്നുണ്ടെങ്കിൽ ആ സാധ്യതയിലേക്ക് എത്തുന്നത്? അതോ മമ്മൂട്ടി മോഹൻലാൽ സമ്മർദ്ദമാവില്ല. ഭീഷണി എന്താ പറയാ, ഭീഷണി ഒരുതരം ഭീഷണിയുണ്ട്. ഞാൻ ഈ പരിചയപ്പെട്ട പല ആൾക്കാരും ഇതിൽ നോക്കിയിട്ടുണ്ട്. എന്തിനാ എന്നോട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാണെന്ന്. ഞാനും ഒരു അമ്മയുടെ മെമ്പറൊന്നുമല്ല. എനിക്കിപ്പോ സംഘടന നന്നായിട്ട് പോകണമെന്നൊരു ആഗ്രഹമുള്ള ആളാണ് ശരി. അതേ സ്ഥാനത്ത് ഈ റബ്ബർ സ്റ്റാമ്പുകള് അവിടെ വരാൻ പാടില്ല. പലരും വെക്കണെന്തിനാ? നമ്മൾ എനിക്ക് ഈ പറയുന്ന മിക്ക പേരും എന്റെ സുഹൃത്തുക്കളാണത്. പക്ഷെ ഓരോരുത്തരുടെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുക. അവര് സംഘടനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പൊ ചെയ്തത് എന്തുകൊണ്ടാ? ഇപ്പോ സംഘടനയെ സംബന്ധിച്ച്, സംഘടനയെ കുറിച്ച് പലർക്കും പലതും അറിയില്ല എന്നുള്ളതാണ്. ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മത്സരം സജീവമായി വരട്ടെ, അതല്ല വേണ്ടത്. അല്ലെങ്കിൽ ഇതിപ്പോ ആരെങ്കിലും സ്റ്റേ കൊടുത്താലോ? സ്റ്റേ കൊടുക്കില്ല പറയാൻ പറ്റുമോ? ഇലക്ഷന് ദിവസങ്ങളുണ്ട്, 10-15 ദിവസമുണ്ട്. ഈ 15 കോടതി പോയ സ്റ്റേ വന്ന് എന്ത് ചെയ്യും? അപ്പൊ മുൻകൂട്ടി ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ പോകേണ്ട സ്ഥലത്ത് പോയില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ സംഘടന ഇത്രയും വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ കാരണം മോഹൻലാല് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെയാണ്. അപ്പൊ സംഘടന തകരുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം മോഹൻലാൽ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് മുൻനിരയില്ലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും പിന്നണിയിൽ നിന്ന് കളികൾ നടക്കുന്നു എന്നതാണ്. പിന്നിൽ നിന്ന് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. എനിക്ക് അത് വളരെ വ്യക്തമാണത്. അല്ലെങ്കിൽ ഈ അമ്മയിൽ ഇത്രയും സ്വാതന്ത്ര്യം അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ പേടിച്ച് നിൽക്കുക. അറിയോ, ഇത് ഗുണ്ടായുസം കാണിക്കുന്നത് ശരിക്കും. ഇത് വേറെ കാര്യം, ഞങ്ങൾ പുറത്തുള്ള ആൾക്കാരാ. ഇവര് ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കുറെ ആൾക്കാരെ കുറിച്ച് പല തെളിവുകളുണ്ട്. ഇപ്പൊ ഈ ബാബുരാജിനെ കുറിച്ച് ആൾക്കാർ പറയുന്നില്ലേ? ബാബുരാജിനേക്കാൾ വലിയ കുറ്റം ചെയ്തിട്ട് പൂഴ്ത്തി വെച്ചാൽ ഞങ്ങളുടെ ഇതൊക്കെ ഉള്ളതാണത്. പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് നടക്കല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? അതിന്റെ വെള്ളം ചേർക്കാതെ കണ്ടിട്ടുണ്ടോ? ആ വെള്ളം ചേർക്കാതെ പോക്സോ കേസുള്ള നടന്മാരുണ്ടല്ലോ, അവരൊക്കെ നല്ല മാന്യമാര് നടക്കല്ലേ ഇവിടെ? അപ്പോൾ ഈ എല്ലാ നടന്മാരും ഇപ്പോൾ ജഗദീഷ് ആയാലും പിന്മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമായി സംസാരിച്ചു. ഇപ്പോൾ ഈ ബാബുരാജിൻ്റെ കാര്യത്തിലും കേൾക്കുന്നത് അങ്ങനെയാണ്, ദേവന് പിന്നിലും ഇവരുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നിലേക്ക് മാറി നിന്ന് കണ്ട് അമ്മ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും സജീവമായി മോഹൻലാലും മമ്മൂട്ടിയും ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇടപെടുന്നുണ്ടെന്ന് മാത്രമല്ല, ശരിക്കും ജഗദീഷിനെ ചതിക്കേതിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ചു, നിൽക്കാൻ പോയി. അപ്പൊ ജഗദീഷിനെ മാത്രം മാറ്റിയിട്ടാണ് അവിടെ വനിത വരട്ടെന്ന് പറഞ്ഞത്. എന്താ ജഗദീഷ് മാത്രമാണ് വനിതകൾ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ച ഒരാള്? അല്ലല്ലോ. ഇപ്പോഴും അതൊക്കെ ഒരു കളികളോ ഭീഷണികളോ ആയിരിക്കും. കാരണം സിനിമയാണത്. പല കാര്യങ്ങളും ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അവരൊക്കെ ഒതുക്കാൻ ചില ആൾക്കാർ വിചാരിച്ചാൽ പറ്റും. പക്ഷേ ആണൊരുത്തനോ പെണ്ണൊരുത്തനായിട്ടുള്ള ആണായാലും പെണ്ണായാലും ശക്തമായിട്ട് നിലപാടെടുക്കണം. കാരണം അവരുടെ ഒരുമിച്ചുള്ള സംഘടനയാണിത്. അതോ ഒരാൾക്ക് വേണ്ടി മാത്രം ഭീഷണിപ്പെടുത്തിയോ ബലിയാടാൻ പറ്റുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം ആരൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് താങ്കൾ സൂചിപ്പിച്ചത് ഈ ജഗദീഷിനെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തന്നെ ഈ മോഹൻലാലും മമ്മൂട്ടിയും കബളിപ്പിച്ചു, അല്ലെങ്കിൽ ചതിച്ചു, വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അതെ, അവർക്ക് അവർ സ്ത്രീകൾക്ക് വേണ്ടിയല്ലേ ബലിയാടാക്കിയത്, പുരുഷന് വേണ്ടിയിട്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലേ? അപ്പോഴും ജഗദീഷ് ഒഴിഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ അന്ന് ജഗദീഷിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോഴും ജഗദീഷും അതായത് വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയിൽ ഒരാളായിരുന്നു ജഗദീഷ്.
ജഗദീഷും ദേവനുമാണ് ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തില് ബൊമ്മയായിട്ടിരിക്കാനല്ല. ബൊമ്മയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മറ്റുള്ളവർ അത്യാവശ്യമാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ സഹായിക്കട്ടെ. ഇത് പിന്നീട് ഡ്രൈവ് ചെയ്യുക, ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് കേട്ടില്ലേ? അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മറ്റുള്ള സ്ത്രീ പ്രാതിനിധ്യമൊക്കെ എന്ന് പറഞ്ഞവരുണ്ട്. ഈ ശരിക്ക് ചെയ്യേണ്ട അമ്മ ചെയ്യേണ്ടത് ഇത്തവണ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിട്ട് നടത്തിയിട്ട് അടുത്ത തവണ കൂട്ടിയിട്ട് അവർ ബൈലോ ഭേദഗതി ചെയ്യണം. അത് ഓൾറെഡി ആയിട്ട് പറ്റേ. ഈ വർഷം വനിതകളാണെങ്കിൽ അടുത്ത വർഷം പുരുഷന്മാര്, അങ്ങനെ ഭേദഗതി പറ്റേ. അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് ഭീഷണി കൊണ്ട് ഇന്നാളെ ജയിപ്പിക്കാനുള്ളതല്ല. അങ്ങനെ ജയിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ സംഘടന പിളരും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ നമുക്കറിയാം ഇവരെല്ലാം താരങ്ങളാണ്, സിനിമാ രംഗത്ത് അഭിനേതാക്കളാണ്. പക്ഷേ ഇവർക്കെല്ലാം ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ചിലർക്ക് BJP, കോൺഗ്രസ്, CPM അങ്ങനെ 3 ഭിന്ന ചേരികളിലും ബന്ധങ്ങളുള്ള നടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായും ഈ താരസംഘടനയിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? സംഘടനകൾ പൊതുവിൽ അങ്ങനെ കാണാറുണ്ട്. ഇല്ല, അവിടെ അങ്ങനെ അവിടെ രാഷ്ട്രീയം, ജാതി, മതപരിഗണന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, മോഹൻലാല്, മമ്മൂട്ടി, തുടങ്ങിയ ആൾക്കാര് അവർ വ്യത്യസ്ത രാഷ്ട്രീയ, വ്യത്യസ്ത മതത്തിനുള്ളതാണത്. പിന്നെ ഇപ്പോ ഹേമ കമ്മിറ്റിക്ക് ശേഷം ഓരോരുത്തരുടെ നിലപാട് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി ആലോചിക്കും. ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഈ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അനൂപ് ചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധ നിലപാടുകളുണ്ട്, അടച്ചാക്ഷേപിക്കുന്നുണ്ട്. അതെന്താ? മറ്റേ മോഹൻലാലോ മറ്റുള്ളവരോ വിളിച്ചിട്ട് അത് താക്കീത് അതിൽ മത്സരിച്ചോട്ടെ, ആര് ജയിങ്ങി ആയിക്കോട്ടെ. മറ്റേ അൻസിബ അടക്കമുള്ളവരെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് ഒരാൾ ശ്രദ്ധിച്ചില്ലല്ലോ. കേസ് കൊടുത്താൽ കുടുങ്ങും. ഒരു സ്ത്രീക്കെതിരെ ഈ ഗവൺമെന്റ് സ്ത്രീ സംരക്ഷണ ഗവൺമെന്റ് കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു സ്ത്രീ പരാതി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, ഈ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ഈ മോഹൻരാജിൻ്റെ പിന്മാറ്റം നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പല വിവാദങ്ങളിലും ഒരു മാറ്റമുണ്ടാകുമോ? അതല്ലെങ്കിൽ അനൂപ് ചന്ദ്രനെ പോലെയുള്ളവർ ബാബുരാജിനെതിരെ പരസ്യമായി വീഡിയോ അടക്കം പുറത്തു വിട്ടുകൊണ്ട് നീക്കം നടത്തിയവരാണ്. ഇവരൊക്കെ പുതിയ ലൈൻ സ്വീകരിക്കുമോ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ബാബുരാജ് പിൻവലിക്കുകയാണെങ്കിൽ ഇനി അവർ ചെയ്യാൻ പോകുന്നത് രവീന്ദ്രനെ കൊണ്ട് പിൻവലിക്കാൻ ശ്രമിക്കുക. അപ്പൊ അവര് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴോ ശ്വേതാ മേനോൻ പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി, ആ രീതിയിലായിരിക്കില്ലേ ഇവര് ഉണ്ടാക്കാൻ പോകുന്നത്? അതൊരു ശരി. ആരെയും മത്സരിച്ച് ജയിക്കട്ടെ. കുക്കു എന്റെ ഫ്രണ്ടാ, ശ്വേത, ഇതൊക്കെ എല്ലാവരും സുഹൃത്തുക്കളാണത്. ഞാൻ പറഞ്ഞത് നിങ്ങള് അമ്മയുടെ സംഘടന മാന്യമായിട്ട് കൊണ്ടുപോകണമെങ്കിലുള്ള കാര്യം പറഞ്ഞത്. അത് തകരാതിരിക്കാൻ ആഗ്രഹം കൊണ്ട് മാത്രം. എനിക്ക് പ്രത്യേക താല്പര്യങ്ങളോ വേറെ ഒന്നുമില്ല. ശരിക്കും ഞാൻ മുമ്പ് ഇടപെടാറില്ല. ഇപ്പൊ ആപ്റ്റായിട്ട് നിൽക്കുന്നത് ദേവനാണ് അതിൽ പ്രസിഡന്റ് സ്ഥാനത്ത്. അത് യാതൊരു സംശയവുമില്ല. ഒരു കാര്യം, അത് ഞാൻ താങ്കൾക്ക് ഇതിന്റെ സാഹചര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ശ്വേതാ മേനോനും ദേവനും, ഇതിൽ ദേവന്റെ പിന്തുണയ്ക്ക് എത്ര പേര് ദേവനെ പിന്തുണയ്ക്കാൻ കാണും? അതിന്റെ ഒരു എത്രമാത്രം സാധ്യതയുണ്ട് ദേവന്? നമ്മളെല്ലാവരും ശ്വേതാ മേനോന് സാധ്യത എന്ന് വിലയിരുത്തുകയാണ്. അത് തെറ്റാവുകയുമായി മാറുമോ? സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ യാതൊരുവിധ കൈകടത്തലില്ലെങ്കിൽ ദേവൻ ജയിക്കണം. അതല്ല, ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ കുറച്ച് ചായ്വ് നിൽക്കാൻ പോകുന്ന ഒരു പക്ഷേ ശ്വേതയ്ക്കായിരിക്കാം. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ സംഘടന തകരാൻ പോകുന്നതിന് സൂചനയാണ്. ഇപ്പൊ ഈ ദേവന്റെ നോമിനേഷൻ പോലും കേട്ടത് അവസാന ദിവസം കൊല്ലത്ത് നിന്ന് ദേവനെ പ്രത്യേകമായി വിളിച്ചു വരുത്തി അവസാന ഘട്ടത്തിൽ നോമിനേഷൻ കൊടുത്തു എന്നതാണ്. അപ്പോൾ ആര് എന്താ കാരണം അറിയാ? ഈ വിളിച്ചു ഞാൻ പറയട്ടെ, ഇതിന് കുറച്ച് നട്ടലുള്ളവർ വേണം. ആര് ഇന്ന ആളെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാറുന്ന ഒരാളാണ് ദേവൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദേവൻ മത്സരിക്കാനാണെന്നത് മനസ്സിലായല്ലേ? ദേവൻ മത്സരിക്കാനൊന്നും, മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളത് വോട്ട് കൂടുതൽ കിട്ടുമ്പോഴാണത്. ശ്വേതയാണ് വോട്ട് കൂടുതൽ, ശ്വേത ജയിക്കട്ടെ. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ എല്ലാവരും എന്നാ പിന്നെ ഏകകണ്ഠമായിട്ട് തെരഞ്ഞെടുപ്പിൽ ആവശ്യമില്ലല്ലോ. ഞാൻ ജനകീയനാണ്, ജനാധിപത്യയിലുള്ള ആൾക്കാരാണ് ഒക്കെ പറഞ്ഞിട്ട് ഈ അമ്മേരി കപട മുഖങ്ങൾ വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്തിനാണത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മുൻഭാഗത്തെ പോലെ ഇന്നാൾ പ്രസിഡന്റ്, ഇന്നാൾ സെക്രട്ടറി, അത് സ്ത്രീയോ പുരുഷനോ, അത് അവരുടെ താല്പര്യം. അമ്മ അവരുടെ സംഘടനയാണ്, അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ പറ്റിക്കരുത്. വളരെ നന്ദി പെല്ലിശ്ശേരി. എന്തായാലും അവസാന നിമിഷവും അമ്മ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുകയാണ്, സങ്കീർണമാക്കുകയാണ്. വിവാദങ്ങൾ ഒന്നൊഴിയാതെ വരികയാണ്. ഏറ്റവും ഒടുവിൽ ബാബുരാജ്, ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ പിൻവലിക്കുമെന്ന സൂചന കൂടിയാണ് വരുന്നത്. നവമി ദിനേശുണ്ട്. നവമി, അത് സുപ്രധാനമായ നീക്കമാണ് ബാബുരാജ്. എന്തുകൊണ്ടാണ് ബാബുരാജ് പിന്മാറാൻ ആലോചിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ സമ്മർദ്ദം ഒരുപക്ഷെ ബാബുരാജിന് മുന്നിലുണ്ടായിരുന്നോ? മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരെടുത്ത കടുത്ത സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടോ? എന്താണ് സാഹചര്യം? എന്താണ് സംഭവിച്ചത്? ഷജിത്ത്, സ്വാഭാവികമായും ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ അസാധാരണമായ നീക്കം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം
ബാബുരാജിനെതിരെ അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പ്രത്യേകിച്ച് ഒരു ലൈംഗികാരോപണ പരാതി ഉയർന്ന ഒരു വ്യക്തി അയാൾ മത്സരിക്കുന്നത് ശരിയായ രീതിയല്ല. അത് ഈ സംഘടനയുടെ ഇപ്പോൾ എന്തിനാണോ ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ പോലും മൂല്യത്തെ നശിപ്പിക്കുന്ന തരത്തിലൊരു നീക്കമായിരിക്കും ബാബുരാജ് മത്സരിച്ചാൽ ഉണ്ടാകുക എന്നത് നേരത്തെ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിൽ എന്തായാലും ബാബുരാജിനെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷമാണ് പത്രിക പിൻവലിച്ചേക്കും എന്നൊരു നിലപാടിലേക്ക് ബാബുരാജ് എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇനി ആരൊക്കെയായിരിക്കും ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ മത്സരിക്കുക എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. കാരണം തുടക്കത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയവരെല്ലാവരും തന്നെ പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും പിൻവലിക്കുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് പ്രഹസനം എന്ന ചോദ്യം കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്. ശ്വേതാ മേനോന് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അല്ലെങ്കിൽ ശ്വേതാ മേനോൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ, അങ്ങനെ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ വലിയ കരുത്തനായി അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്തിലൊക്കെ വലിയ രീതിയിൽ നിലപാട് പറഞ്ഞ ജഗദീഷ് പോലും പിന്നീട് നാമനിർദ്ദേശ പത്രിക നൽകി അത് പിൻവലിക്കുന്ന സാഹചര്യം. അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ, ഒരു വനിതാ പ്രതിനിധി തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് പല ആളുകളും തീരുമാനമെടുക്കുന്നു. പക്ഷേ ദേവൻ മാത്രം അതിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നു. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും ശ്വേതാ മേനോനിലേക്കാണ് വലിയ പിന്തുണ. ശ്വേതാ മേനോൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നൊരു നീക്കത്തിലേക്കും വരുന്ന സാഹചര്യം. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. അദ്ദേഹം ആരോപണ വിധേയനായ സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് ശരിയായ രീതിയല്ല എന്നൊരു നിലപാട് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ബാബുരാജ് പോലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു എന്ന സൂചനയിലേക്ക് എത്തുമ്പോൾ പിന്നീട് ആരായിരിക്കും ഈ മത്സര രംഗത്തുള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരൊക്കെ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. അവിടെ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തും ജനറൽ സെക്രട്ടറിയായി 2 വനിതകൾ തന്നെ ആയിരിക്കുമോ വരുന്നത്? അങ്ങനെയെങ്കിൽ ഈ ആളുകൾ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണെങ്കിൽ പിന്നീട് എന്തിനാണ് ഇത്രയും വലിയ ഇലക്ഷൻ പ്രോസസ്സിലൂടെ അമ്മ കടന്നു പോകുന്നത് എന്നൊരു ചോദ്യം കൂടി വീണ്ടും ബാക്കിയാകുന്നു. ചില ആളുകളുടെ താല്പര്യപ്രകാരമാണ് ഇനിയുള്ള ഈ ആളുകൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി തന്നെ മതി എന്നൊരു നിലപാടിലേക്ക് എത്തുന്നതും ചിലരുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഈ പട്ടികയിൽ പോലും വോട്ടർ പട്ടികയിൽ പോലും ചില ക്രമക്കേടുകൾ നടത്തിയെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ബാബുരാജ് പോലും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്ന വാർത്തയിലേക്കും എത്തി നിൽക്കുന്നത്. നവമി, ഒരുപക്ഷെ ഈ സംഘടനയ്ക്ക് പുറത്തുള്ള നമുക്കടക്കമുള്ള ഇവരുടെ അഭ്യുതകാംക്ഷികൾക്ക് ഒരു പക്ഷേ ഈ സംഘടനയെ ഒരു വനിത നയിക്കട്ടെ എന്ന കാര്യം ഉണ്ടാവും. ശരി, നവമയിലേക്ക് വരാം. ശാന്തിവിള ദിനേശ്, സിനിമ നിരൂപകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ശാന്തിവിള ദിനേശ്, ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഈ ബാബുരാജ്, ഏറെ ആരോപണം കേട്ട ബാബുരാജ് അടക്കം പിൻവലിയുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് നോമിനേഷൻ പിൻവലിക്കുന്നു എന്നതാണ്. ഇവരെല്ലാം മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമ്മ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നണിയിൽ ഇപ്പോഴും ചരട് വലിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ തന്നെയാണോ? അതാണ് ഇവരുടെയൊക്കെ ഒരു ആശയവിനിമയത്തിൽ പൊതുവിൽ പ്രകടമാവുന്നത്. അങ്ങനെ താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആരുടെയെങ്കിലും പുറത്ത് ചാരാൻ എളുപ്പമാണ്. കാരണം ഇവരാരും പ്രതികരിക്കില്ല. ഇപ്പം മമ്മൂട്ടി കേരളത്തിലില്ല, മദ്രാസിലാണ്. മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിലോ എന്തോ ആണെന്ന് തോന്നുന്നു. ഞായറാഴ്ചയുള്ള എൻക്ലേവിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ മോഹൻലാൽ പറഞ്ഞിട്ടാണ് ഞാൻ പിൻവലിച്ചത്, മോഹൻലാൽ പറഞ്ഞു നിങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടിയോ ഒന്നും സുരേഷ് ഗോപിയോ ഒന്നും ഇതിന് മറുപടി പറയില്ല. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. ഇപ്പൊ ജഗദീഷ് പറഞ്ഞിട്ടില്ലേ, മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ പറഞ്ഞാൽ ഞാൻ നോമിനേഷൻ പിൻവലിക്കാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ലല്ലോ പിൻവലിക്കാൻ. പക്ഷെ ജഗദീഷ് പിൻവലിച്ചു. അതുപോലെ ബാബുരാജിന് സ്വന്തമായ തീരുമാനം എടുക്കുക. അയാൾ ഒരു അഡ്വക്കേറ്റും ഒക്കെ അല്ലേ. അപ്പൊ അയാള് ആ കേസുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ട സിദ്ദിഖ് അടക്കം, ഇടവേള ബാബു അടക്കം, ബാലചന്ദ്രൻ മേനോൻ അടക്കം, മുകേഷ് അടക്കം ഇവരെല്ലാവരും മാറി നിൽക്കുമ്പോൾ അയാൾ കഴിഞ്ഞ അഡ്വക്കേറ്റ് കമ്മിറ്റിയിലും അയാൾ ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. അതിൽ ബാക്കിയുള്ളവരെല്ലാം മാറിക്കൊടുക്കുമ്പോൾ ഇയാൾ മാറിക്കൊടുക്കണ്ടേ? അതിലൊരു മാതൃക. അത് ചെയ്യാതെ അയാൾ വീണ്ടും മത്സരിക്കും എന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ വരിക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമല്ല, അതിനകത്തുള്ള പല കളികളിലും ബാബുരാജിന്റെ ബുദ്ധിയുണ്ടെന്ന് പറയുന്നു. ഞാൻ അമ്മ മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ അവിടെ പല നാമനിർദ്ദേശ പത്രികകൾ വന്നതും ചിലരുടെ വരാത്തതും ഒക്കെ ബാബുരാജിന്റെ കളികളാണെന്ന് പറയുന്നു. എന്തായാലും ബാബുരാജ് മത്സരിച്ചാൽ തോക്കുമെന്ന് ബാബുരാജിന് മനസ്സിലായി.
കാരണം അല്ല എങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിഡ്ഢികളും അയാൾ മാത്രം ബുദ്ധിമാനാവൂലേ? അപ്പൊ അയാൾ ചെയ്ത നിലപാട് നല്ലതാണ്. കാരണം എല്ലാ പേരും മാറി നിൽക്കുമ്പോൾ ഈ പീഡന കേസ് ഒന്നാമത് ഈ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചില കൂതറകൾ ചെയ്യുന്ന കന്നം തുരുക്കളാണെന്ന് ഞാൻ പറയും. കാരണം ആടൂർ ഗോപാലകൃഷ്ണ സാറും മധു സാറും ഒഴിച്ച് ബാക്കി മലയാള സിനിമയിൽ ഏതാണ്ട് എല്ലാവരും എന്നെ പിടിപ്പിച്ചെന്ന് സ്ത്രീ പറഞ്ഞതിലാണല്ലോ ഇവിടെ കേസൊക്കെ നടക്കുന്നത്. അപ്പോ ആ കേസിൽ ഇപ്പൊ അവര് പ്രതിയായി തിരിച്ച് മറിച്ചടിക്കുകയും ചെയ്തു. അത് പോട്ടെ. അപ്പൊ അങ്ങനെ ഒരു പരാതി വരുമ്പോ ഇടവേള ബാബു അടക്കം എല്ലാവരും മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ ഞാൻ മാത്രം മാറി നിൽക്കില്ല. അത് ഒന്നാമത് ബാബുരാജിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അയാൾക്ക് ഈ പീഡന കേസിലെ പ്രതി മാത്രമല്ല, ഒരുപാട് വഞ്ചന തട്ടിപ്പ് കേസുകളിലും പ്രതിയാണെന്ന് പറയുന്നു. എന്തൊക്കെയോ വസ്തു ഇടപാടോ എന്തൊക്കെയോ ചെയ്ത് ഒരുപാട് വിവാദങ്ങളുടെ നായകനാണെന്ന് പറയുന്നു അയാൾ. എനിക്ക് പരിചയമില്ല, ഇതുവരെ ഞാൻ അയാളെ പരിചയപ്പെട്ടിട്ടില്ല, എനിക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാളുമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാള് ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഒരു കീ പോസ്റ്റിലേക്ക് കയറി മത്സരിക്കുന്നത് ശരിയല്ല. വീണ്ടും അമ്മയെ എടുത്തു കൊടുക്കാൻ, WCCക്കൊക്കെ എടുത്തു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അത് ബാബുരാജ് എടുത്ത നിലപാട് നല്ലതെന്ന് ഞാൻ പറയും. ഈ യഥാർത്ഥത്തിൽ ഈ അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരം കൂടിയാണല്ലോ. കാരണം ഏറെ പഴി കേട്ടതിന് ചെലവിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് ശേഷം ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇപ്പോഴത്തെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത ശ്വേതാ മേനോൻ എന്നതുണ്ട്, ഒപ്പം ദേവനുണ്ട്. ഇവരുടെ ഒരു ശാക്തിക ബലാബലം അത് എത്രമാത്രമാണ്? അമ്മ തെരഞ്ഞെടുപ്പിൽ ദേവന്റെ പിന്തുണ എത്രമാത്രം ഉണ്ടാവും? ശ്വേതാ മേനോനിക്ക് ഒരു വനിത എന്ന രീതിയിലുള്ള അധിക പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ദേവൻ ദയനീയമായി പരാജയപ്പെടും. ദേവന് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരാളല്ല, ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹം ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു പാർട്ടി, കേരള വികാസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. ഞാനിപ്പോ കേരളം ഭരിക്കുന്ന പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് സോണിയാഗാന്ധിക്ക് ചെന്ന് കോൺഗ്രസ് എങ്ങനെ നന്നാവാമെന്ന് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോ BJPയിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് അമ്മയുടെ കാര്യത്തിലും. കാരണം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ദേവൻ മത്സരിച്ച ദേവൻ ആലോചിക്കണ്ടേ, ഞാനൊരു ജെന്റിൽമാനാണ്, പക്ഷെ ഞാൻ ജയിക്കില്ല എന്നുള്ളൊരു സ്വബോധം പുള്ളിക്കില്ല. അതാണ് പ്രശ്നം. പുള്ളി ദയനീയമായി തോക്കും. പുള്ളി മത്സരിക്കാതിരിക്കുന്നതായിരുന്നു ഭംഗി. ഇന്നലെ പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞത് തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ച് നിങ്ങൾ കേട്ടു നോക്കുക. എന്തൊക്കെയാ പുള്ളി പറയണേ? ഈ ഇലക്ഷനിൽ നിൽക്കുന്ന നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കാനായിട്ട് പത്രസമ്മേളനം ഒന്നും നടത്തരുത് എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞിട്ടില്ലേ, പത്രക്കാരില്ലെങ്കിൽ പിന്നെ നമ്മളെ ഈ വാർത്തയൊക്കെ പുറത്തെങ്ങനെ അറിയുമെന്ന്. ഇത് അമ്മയ്ക്ക് അകത്ത് നടക്കുന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മെമ്പർമാരെയല്ലേ അറിയിക്കാനുള്ളത്. അതിന് വരെ നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചല്ലോ പറയുന്നത്. അത് അറിയില്ല, പുള്ളിക്ക് കാര്യങ്ങൾ അറിയില്ല. അതാണ് പ്രശ്നം. അതായത് കാലഘട്ടത്തിന്റെ മാറ്റമൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈസി ആയിട്ട് ഞാൻ ജയിക്കുമെന്നാണ്. പുള്ളി ദയനീയമായി നാണം കെട്ട് തോക്കും. അത്രേ ഉള്ളൂ. അത് ശ്വേത തന്നെ ജയിക്കും. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ശ്വേത ജയിക്കും. വളരെ നന്ദി ശാന്തിവിള ദിനേശ്. എന്തായാലും അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിലും സസ്പെൻസുകളാണ്. ഇനി 3 മണി വരെ സമയമുണ്ട്. ആരൊക്കെ പത്രിക പിൻവലിക്കും? എന്താണ് അവസാനഘട്ട മത്സര ചിത്രം? ഓഗസ്റ്റ് 15-ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നതുവരെ നിർണായകമായ ചില നീക്കങ്ങളൊക്കെ അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ സങ്കീർണമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും നീക്കങ്ങളും ഒക്കെയാണ്, ചരടുവലികളും ഒക്കെയാണ് അമ്മ താരസംഘടനയിലും നടക്കുന്നത്. ഇടവേളയാണ്. മടങ്ങി.